ജീവിതം നയിച്ചുകൊള്ളാമെന്ന് അഗ്നിസാക്ഷിയായി ഇത് 3 പദത്തിൽ പേര് വന്നിട്ട് അപ്പസ്തോല പ്രവർത്തനം അഗ്നിസാക്ഷിയായി ഇത് 3 പദത്തിൽ പേര് വന്നിട്ട് അപ്പസ്തോല പ്രവർത്തനം. നമസ്കാരം. കേരളത്തിൽ വീണ്ടും ഘർ വാപ്പസി. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് ചെങ്ങന്നൂരിൽ ക്രൈസ്തവ കുടുംബത്തെ ഹിന്ദുമതത്തിലേക്ക് മാറ്റിയത്. ചെങ്ങന്നൂരിലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ചാണ് ചേരമർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തെ ഹിന്ദുമതത്തിലേക്ക് മാറ്റിയത്. അച്ഛനമ്മമാരും 2 മക്കളും അടങ്ങുന്ന കുടുംബം വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്തവ മതത്തിലേക്ക് മാറിയവരാണ്. ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരുന്നില്ലെന്നും സാധാരണ സംഭവമെന്നുമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ വ്യക്തമാക്കിയത്. ഹിന്ദുമതത്തിലേക്ക് ആളുകളെ തിരികെ കൊണ്ടുവരുന്നത് തെറ്റല്ലെന്നാണ് ഹിന്ദു സംഘടനകളുടെ നിലപാട്. അതേസമയം ഛത്തീസ്ഗഡിലെ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഹൈന്ദവ സംഘടനകളുടെ നീക്കമെന്നാണ് സൂചന. ഈ വിഷയം നമ്മൾ പരിശോധിക്കുന്നു. ഘർ വാപ്പസിക്ക് പിന്നിൽ ആസൂത്രിത നീക്കമോ? ഈ ചർച്ചയിൽ എനിക്കൊപ്പം അതിഥികൾ ചേരുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, ഹിന്ദു ആക്ടിവിസ്റ്റ്, എം ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ, ഫാദർ റോയ് കണാച്ചിറ, സഭയെ പ്രതിനിധീകരിച്ച്, ഒപ്പം ശ്രീ വിജി തമ്പി, BHP പ്രതിനിധി എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ രാഹുൽ ഈശ്വറിലേക്ക്. രാഹുൽ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി 2 കന്യാസ്ത്രീകളുടെ ദുരവസ്ഥ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇപ്പോഴും ജയിലിനുള്ളിലാണ്. ആ ഘട്ടത്തിലാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഘർ വാപ്പസി നടക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് 2014 ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിന് പുറത്ത് ഇതൊക്കെ നിർബാധം നടന്നു വരുന്ന സംഭവവുമാണ്. താങ്കൾ എങ്ങനെയാണ് ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ഇതിനെ നോക്കിക്കാണുന്നത്? ഈ മടങ്ങിവരവ് നല്ലതിനാണോ? രേണുകാജി, 2 കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഘർ വാപ്പസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഘർ, നമ്മുടെ വീട് ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം താമസിക്കുന്നത്. ഇനിയും വേറൊരു വീട്ടിലേക്ക് മടങ്ങി പോകേണ്ട ആവശ്യമില്ല. 2, ഹിന്ദു സംഘടനകളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇപ്പം വിജി തമ്പി സാർ അടക്കമുള്ളവരുണ്ട്. നമുക്കെല്ലാം അറിയാം, ഹിന്ദു സമുദായത്തിന് ഈ കൺവേർഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായി നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വേണമെന്ന് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. സാക്ഷാൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചിരുന്ന അദ്ദേഹം ഈ സെന്റിമെന്റ്സ് മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹം അന്ന് സഹോദര ക്രിസ്ത്യൻ സമുദായങ്ങളും മുസ്ലിം സമൂഹങ്ങളോട് സംസാരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നമ്മുടെ ഹിന്ദു സഹോദരങ്ങളുടെ ഇൻസെക്യൂരിറ്റി മനസ്സിലാക്കണം. അവർക്ക് ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ അത്ര സംഘടിതമായ ഒരു മതമല്ല. നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളെയും മുസ്ലിം സഹോദരങ്ങളെയും പോലെ സംഘടിതമായ ഒരു സമുദായമല്ല. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ കൺവേർഷൻ എന്ന് കേൾക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ ഒരു ഭയവും പേടിയും ആശങ്കയും ഉണ്ട്. ആ ആശങ്ക നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞത് ഭാരതരത്ന ആയ പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദാണ്. നമ്മുടെ നാട്ടിലെ 99% ക്രിസ്ത്യൻ സംഘടനകളും ഒരു നിർബന്ധിത മതപരിവർത്തനത്തിനും മറ്റും ഇടപെടാറില്ല. അപ്പം ഞങ്ങളെല്ലാം ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചതാണ്. എൻ്റെ മോൻ പഠിക്കുന്ന സെൻറ് തോമസിലാണ്. ഞാൻ ഒരുപാട് കാലം പഠിച്ച ക്രൈസ്റ്റ് നഗറിലാണ്. എൻ്റെ അമ്മ പഠിച്ച ക്രിസ്ത്യൻ കോളേജിലാണ്. എൻ്റെ മുത്തശ്ശി പഠിച്ചത് ബാലികാമഠം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ക്രിസ്ത്യൻ സ്കൂളിലാണ്. ഇവരോടെല്ലാം, അതായത് ഞങ്ങളെ ഒന്നും ഇതുവരെ ആരും മതം മാറ്റാൻ നോക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ഞങ്ങളൊക്കെ അവിടുത്തെ നല്ല ക്രിസ്ത്യൻ അല്ലെങ്കിൽ നല്ല ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണ്. പക്ഷേ നമുക്കെല്ലാം അറിയുന്നത് പോലെ എല്ലാ വിഭാഗങ്ങളിലും കുറച്ച് കടുപ്പ സ്വരങ്ങൾ ഉള്ളതുപോലെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളിൽ കടുപ്പ സ്വരങ്ങൾ ഉണ്ടാകും. എനിക്ക് ഇത് ചെയ്യുന്നവരോട്, അതായത് ഈ ഘർ വാപ്പസി ചെയ്യുന്ന വിജി തമ്പി സാറിനെയൊക്കെ എത്രയോ കാലമായിട്ട് അറിയാം. അദ്ദേഹത്തോടക്കം അദ്ദേഹം അതിനെ പിന്തുണയ്ക്കുകയാണെങ്കിലുള്ള അഭ്യർത്ഥന, നമുക്ക് അങ്ങോട്ടും പോകണ്ട ഇങ്ങോട്ടും പോകണ്ട. നമുക്ക് നല്ല വിശ്വാസികളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിട്ട് തുടരാം. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. അതായത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വികാരങ്ങൾ ഉണ്ടാക്കും. നിന്റെ കുറഞ്ഞു, എൻ്റെ കുറഞ്ഞു, മറ്റേത് പോയി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാർ എനിക്കെതിരെ സുപ്രീം കോടതി പോയതാണ്. ഞാൻ അഖിലാഹാദിയെ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെനിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എനിക്ക് അനുകൂലമായിട്ടാണ് അതിൽ പരാമർശം നടത്തിയത്, വിധി തന്നത്. ഇതൊരു വളരെ സങ്കീർണമായ വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഹിന്ദുക്കളായി, നല്ല മുസ്ലിങ്ങളായി, നല്ല ക്രിസ്ത്യാനികളായി, ഇനി വിശ്വാസമില്ലാത്തവരാണെങ്കിൽ നല്ല യുക്തിവാദികളോ നിരീശ്വരവാദികളോ ആയിട്ട് ജീവിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കുകയല്ലേ നല്ലത്? എന്തിനാണ് ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു കടിപിടികൾ കൂടുന്നത്? നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വം തന്നെ എല്ലാരെയും അങ്ങനെ ആദരിച്ചു പോകുന്നതല്ലേ? രാഹുൽ ഈശ്വർ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ഇവിടെ ഇപ്പോൾ താങ്കൾ പറയുന്നു അങ്ങോട്ടും പോകണ്ട ഇങ്ങോട്ടും പോകേണ്ട എന്ന്. പക്ഷേ നമ്മുടെ ഭരണഘടന തന്നെ ഒരാൾക്ക് അയാളുടെ വിശ്വാസ
നിശ്ചയിക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. അത് മറ്റൊരു മതത്തിൽ വിശ്വസിക്കാനും കൂടിയുള്ള അധികാരമാണ്. അത് ആവശ്യമെങ്കിൽ അങ്ങനെ മാറാനുള്ള അനുവാദം കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ അത് സ്വമേധയാ വേണം എന്ന് മാത്രമാണുള്ളത്. നിർബന്ധിത മതപരിവർത്തനമാണ് നടക്കാൻ പാടില്ലാത്തത്. അപ്പോ അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട എന്ന് രാഹുൽ പറയുമ്പോൾ ഇപ്പോൾ ഈ രീതിയിൽ അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭരണഘടനയ്ക്ക് തന്നെ എതിരായി പോകും. അയ്യോ, അങ്ങനെയല്ല. രേണുകാജി, ഇതൊരു തിൻ ലൈനാണ്. അതായത് കൺവേർഷൻ ആണോ ഫോഴ്സ് കൺവേർഷൻ ആണോ എന്നുള്ളൊരു തിൻ ലൈനാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ക്രിസ്തുമാർഗി ആരാണ്? യേശുദേവന്റെ പാതയിൽ പിന്തുടരുന്ന ആരാണ്? നമ്മുടെ രാഷ്ട്രപിതാവും നല്ല ശ്രീരാമഭക്തനുമായ മഹാത്മാഗാന്ധിയാണ്. നരേന്ദ്രമോദിജിയുടെ വളരെ അടുത്ത സുഹൃത്തായ ശ്രീ MJ അക്ബർ, അതായത് ഇപ്പം നമ്മളെ റെപ്രസെന്റ് ചെയ്ത് ലോകരാജ്യങ്ങളിൽ പോയ MJ അക്ബർ പറയുന്നത് ലോക ചരിത്രത്തിൽ ആദ്യത്തെ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധിയാണ്. ജിഹാദ്, ധർമ്മയുദ്ധം, ക്രൂസൈഡ്, നന്മയുടെ പാതയിൽ നമ്മളെ നയിച്ചത് മഹാത്മാഗാന്ധി എന്നാണ്. നമുക്കൊരു ഗാന്ധിയൻ ലൈനിൽ പോയി എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചു പൊക്കൂടെ? ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാനൊരു സാധാരണ ഹിന്ദുവാണ്. ഇപ്പോൾ ഒരാൾ A മതത്തിലേക്ക് പോയി അല്ലെങ്കിൽ B മതത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം വരും. വേറൊരു സമുദായത്തിലെ ആൾക്കാർ, നമ്മുടെ ആൾക്കാർ മറ്റവരിലേക്ക് പോയി വിഷമം വരും. നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദൈവങ്ങളുടെ പേരിൽ അടികൂടേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അവിടെയാണ് ഇതൊരു ബാലൻസ് പിടിച്ചു പോയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു മത്സര ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഇന്നത്തെ തന്നെ നമ്മുടെ ലഭ്യമായ വിവരങ്ങളിൽ നിന്നുള്ള പറയുന്ന അമിത്ഷാജി അടക്കം കന്യാസ്ത്രീകളുടെ ആ അറസ്റ്റ് ശരിയായില്ല, അവർ നിരപരാധികളെന്ന് നമ്മുടെ കേരളത്തിലെ MP-മാരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രീതി പോകല്ലേ? ഒരുപക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്, എല്ലാ സ്ഥലത്തും അത് പറയുന്നതാണ്. ഒരു പക്ഷേ ഒരു വീടിനുള്ളിലെ ഏറ്റവും വലിയ യേശുക്രിസ്തുവിന്റെ ഫേസ് വാൾ പെയിന്റിംഗ് എൻ്റെ വീട്ടിനുള്ളിലാണ്. 140 സ്ക്വയർ ഫീറ്റ് ഉള്ള നമ്മുടെ യേശുക്രിസ്തുവിന്റെ വലിയൊരു ഫേസ് വാൾ പെയിന്റിംഗ് ഉണ്ട്. അത് യേശുക്രിസ്തുവിനോട് ജനുവിനായി ബഹുമാനം ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ മതങ്ങളെയും ബഹുമാനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത രീതി ചെയ്തുകൂടെ? ക്രിസ്ത്യൻ സമൂഹത്തിലും ഹിന്ദു സമൂഹത്തിലും ഇസ്ലാമിക് സമൂഹത്തിലും ചിലപ്പോൾ ഈ 0.1% ആയിരിക്കും ഈ കൺവേർഷനൊക്കെ താല്പര്യം. നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകുന്നതല്ലേ? ഇതിന്റെ പ്രശ്നം കൺവേർഷനും ഫോഴ്സ് കൺവേർഷനും തമ്മിൽ ഒരു തിൻ ലൈനേ ഉള്ളൂ. ഇനി നാളെ അവർ 3 പേരെ ഇങ്ങോട്ട് വരുന്നു, ഇവിടെ അങ്ങോട്ട് പോകുന്നു. ഈ രീതിയിൽ തർക്കമില്ലാതെ സഹകരിച്ച് സൗഹാർദ്ദത്തോടു കൂടി പോകുന്നതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മഹത്വം? ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ നാട്ടിലെ നവോത്ഥാന നായകന്മാർക്ക് മുമ്പ് പോലും ഈ നാട്ടിൽ ആദ്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ആദ്യത്തെ സംസ്കൃത സ്കൂൾ എല്ലാവർക്കും തുടങ്ങിയത് ചാവരപിതാവാണ്. ചാവരപിതാവ് അടക്കമുള്ളവർ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം എത്രത്തോളം സേവനം ചെയ്തതാണ്. അപ്പൊ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരുമിച്ച് നിർത്തി മുമ്പോട്ട് പോകുക എന്നതിനപ്പുറം ഇങ്ങോട്ട് വരണ്ട അങ്ങോട്ട് പോകണ്ട. ലോകത്തിലെ ആദ്യ ക്രിസ്തീയ സമൂഹം, ഒരു വരി കൂടെ പറയാം, ലോകത്തിലെ ആദ്യ ക്രിസ്തീയ സമൂഹം ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലാണെന്നാണ് വിശ്വാസം. BJPയുടെ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ജി പറയുന്നുണ്ട്, അതായത് AD 52 തോമസ് ലീഹയുടെ കാലം മുതൽ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ സമൂഹമുണ്ട്. അപ്പോൾ ഒരുമിച്ച് ചേർന്ന് പോകുന്നതിന് പകരം നീ മാറി ഞാൻ മാറി മറ്റവൻ മാറി ഇവൻ മാറിയില്ല എന്ന് പറഞ്ഞ് അടി കൂടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ശരി, അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട എന്നുള്ളതാണ്, നിർബന്ധിച്ച് അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട എന്നുള്ളതാണ് രാഹുലിന്റെ സ്റ്റാൻഡ്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ബിജി തമ്പി കൂടി ചേരുകയാണ്. ശ്രീ ബിജി തമ്പി, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ചാണ് ചേരമർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഈ കുടുംബത്തെ ഘർ വാപ്പസി നടത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇപ്പോൾ ഛത്തീസ്ഗഡ് വിഷയമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ്. അതിൽ രാഷ്ട്രീയം കൂടി ഉൾച്ചേർന്നിട്ടുണ്ട് എന്നത് നമുക്കറിയാം. ആ ഘട്ടത്തിൽ തന്നെ ഇത്തരമൊരു ഘർ വാപ്പസി നടക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക നീക്കമാണോ? ഏതെങ്കിലും ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണോ? നമസ്കാരം. ഘർ വാപ്പസി എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അതായത് സ്വധർമ്മത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ 2 വിഭാഗങ്ങളേ ഉള്ളൂ. ഹിന്ദുക്കളിൽ നിന്ന് മാറി മറ്റു മതങ്ങളിലേക്ക് പോയവർ. പണ്ട് കാലത്ത് ഈ അധിനിവേശ ശക്തികളെല്ലാം ഭാരതത്തെ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഹിന്ദു മതത്തെ നശിപ്പിക്കാനും, ഹിന്ദു ബിംബങ്ങളെ നശിപ്പിക്കാനും, ഹിന്ദു ക്ഷേത്രങ്ങളെ നശിപ്പിക്കാനും, അതുപോലെ ഓരോ ആചാര അനുഷ്ഠാനങ്ങളെ നശിപ്പിക്കാനുമാണ്. ആദ്യം മുഗളന്മാർ തുടങ്ങി, പിന്നെ രണ്ടാമത് ബ്രിട്ടീഷുകാർ. കോളനി സംസ്കാരം വന്നപ്പോഴും അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് തന്നെ ഹിന്ദുവിന്റെ സംസ്കാരത്തെ നശിപ്പിക്കാനാണ്. കാര്യം, പണ്ട് ഇവിടുന്ന് പോയ ഒരു ആള് അന്ന് ബ്രിട്ടീഷ് അവിടെ ചെന്ന് അവതരിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഭാരതത്തെ തകർക്കണമെങ്കിൽ, ഭാരതത്തെ ഏതെങ്കിലും രീതിയിൽ തകർക്കാൻ പറ്റണമെങ്കിൽ അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ വിശ്വാസങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് അന്നത്തെ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിലും നമ്മുടെ ഈശ്വരീയമായ ചിന്തകളിലുമാണ്. അതിനെ തകർക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ നയത്തിലൂടെ അവർ ശ്രമിച്ചത് പല രീതിയിലും. ഇപ്പോ ഇവിടെ വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു അങ്ങോട്ടും പോണ്ട ഇങ്ങോട്ടും പോണ്ടാന്ന്. നമ്മളും അത് തന്നെയാണ് പറയുന്നത്.
നമ്മളും അത് തന്നെയാണ് പറയുന്നത്, ഹിന്ദുക്കളും അത് തന്നെയാണ് പറയുന്നത്. എന്തിനാണ് ഹിന്ദുക്കളെ അങ്ങനെ മതം മാറ്റാൻ ശ്രമിക്കുന്നത്? ഇപ്പോ കേരളത്തിൽ സ്വതവേ കുറവായിരിക്കും, പക്ഷേ വടക്കേ ഇന്ത്യയിൽ ഇത് വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ ഈ അടുത്ത കാലത്ത് തന്നെ ചാലക്കുടിയിൽ അവിടുത്തെ ഒരു സഭ, അവിടുത്തെ ഡിവൈൻ കേന്ദ്രം ഏകദേശം 52 വീടുകൾ വെച്ച് കൊടുത്ത് പല ആൾക്കാരെയും ഹിന്ദുക്കളെ താമസിപ്പിച്ചിട്ട് അവരെ മതം മാറ്റാൻ ശ്രമിച്ചു. അതിന്റെ വീഡിയോ നമുക്ക് അവൈലബിൾ ആണ്. അത് ഒരു കുടുംബക്കാർ മതം മാറാൻ തയ്യാറായില്ല. അവരെ ഭീഷണിപ്പെടുത്തുകയും പോലീസിനെ വിട്ട് ബുദ്ധിമുട്ടിക്കുകയും അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ ശ്രമിക്കുകയും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നു. ഈയിടയ്ക്ക് തന്നെ നമ്മൾ ഒരിക്കൽ കണ്ടു, നമ്മൾ ഹരിദ്വാറിൽ ഒരു പാസ്റ്റർ, അദ്ദേഹം വളരെ പരസ്യമായിട്ട് ഹരിദ്വാറിൽ നിന്ന് പറയുന്നു നിങ്ങൾ ക്രിസ്ത്യാനിയായി മാറും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തിനായത്? ഏതെങ്കിലും ഒരു ഹിന്ദു പ്രസ്ഥാനങ്ങൾ, വിശ്വഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനകൾ ഏതെങ്കിലും ഒരു മറ്റു മതത്തിൽപ്പെട്ട ആരെങ്കിലും പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് അവരെ ഹിന്ദുവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഹിന്ദു മതത്തിലേക്ക് മടങ്ങി വരുന്നത് ഇപ്പൊ ഘർവാപസി ആയാലും ഇപ്പൊ നമ്മൾ പറയുന്ന പരാവർത്തനം എന്നാണ്. ആ പരാവർത്തനം ചെയ്യാൻ തയ്യാറാകുന്നവർ ആദ്യം നമ്മളെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ അവർ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ചെയ്ത് അവരുടെ അനുവാദം വാങ്ങിച്ച് ഇവിടെ വന്ന് ആ അനുവാദ പത്രവുമായി വന്നാൽ മാത്രമാണ് ഇവിടെ പരാവർത്തനം നടത്തപ്പെടുന്നത്. ആ പരാവർത്തനം നടത്തപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ രേഖകൾ അടുത്ത തിരിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ അത് നമുക്ക് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അപ്പൊ ആ രീതിയിലാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ഒരു ഹിന്ദു സംഘടനകളും മറ്റൊരു മതത്തിൽപ്പെട്ടവരെയും നിർബന്ധിച്ചോ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ നടത്തിയോ ഭീഷണിപ്പെടുത്തിയോ ഒരിക്കലും തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇവർ വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്തവ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് പോയവരാണ്. എന്താ ഇവർ ഈ പർട്ടിക്കുലർ ആയിട്ട് ചെങ്ങന്നൂരിലെ ഈ ഖർവാപ്പസി നടത്തിയിട്ടുള്ള സംഭവത്തിന്റെ വിശദാംശങ്ങൾ താങ്കൾക്ക് അറിയുമോ? അവർ ക്രൈസ്തവ വിഭാഗത്തിലേക്ക് പോയവരെയാണ് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ തിരിച്ചു വന്നു എന്ന് പറയണം. തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുമ്പോ അതിനൊരു ദുഷ്ടലാക്കുണ്ട്. തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല, അവർ തിരിച്ചു വന്നു. തിരിച്ചു വന്നവരാണ് അവര്. ആ കൃത്യമായ റവന്യൂ രേഖകൾ സഹിതം തിരിച്ചു വന്നവരാണ്. അല്ല തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നതിൽ ആ ഒരു ദുഷ്ടലാക്കുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയില്ല. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ഇന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതിനു വേണ്ടിയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നിലനിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം എന്ന് വരെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രയോഗത്തിൽ തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ ലക്ഷ്യം തന്നെ ഇങ്ങനെ പോയവരെയൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരിക എന്ന് ആണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്തായാലും ഇപ്പോൾ സ്വമേധയാ പരിഷത്തിന്റെ പ്രധാന ആയാമാണ് ധർമ്മപ്രസാദ്. ധർമ്മപ്രസാദ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിർബന്ധിതമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വിശ്വ ഹിന്ദു പരിഷത്തോ ഒരു ഹിന്ദു സംഘടനകളും ഇതുവരെ ശ്രമിച്ചതായിട്ട് ഒരു തെളിവെങ്കിലും നിങ്ങൾക്ക് തരാൻ കഴിയുമോ? ഞാൻ ഈ ക്രിസ്ത്യൻ സംഘടനകൾ പല ഹിന്ദു മതക്കാരെയും ക്രിസ്ത്യാനിയായി മാറാൻ വേണ്ടി ശ്രമിച്ചതിന്റെ പല തെളിവുകൾ ഞാൻ തരാം. ഒരു തെളിവെങ്കിലും നിങ്ങൾക്ക് തരാമോ? ഹിന്ദുക്കൾ പോയിട്ട് ഏതെങ്കിലും മതത്തിലുള്ള ആൾക്കാരെ നിർബന്ധിച്ച് ഹിന്ദുവാക്കാൻ ശ്രമിച്ചു ഒരു തെളിവ് തരും. അല്ല ഇപ്പോ രണ്ട് നമ്മൾ കന്യാസ്ത്രീകളുടെ ജയിൽവാസം ഇപ്പോൾ 7ാം ദിവസമാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ആ വിഷയം കുറച്ച് ദിവസമായി നമ്മൾ ചർച്ച ചെയ്തു വരികയാണല്ലോ. അവർ ഏതെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ജയിലിൽ കഴിയുന്നത്? അവർ റെയിൽവേ സ്റ്റേഷനിലും പിന്നീടും ഒക്കെ ഈ ദുരവസ്ഥ അനുഭവിക്കേണ്ടി വന്നത്, റെയിൽവേ സ്റ്റേഷനിൽ വിചാരണ നേരിടേണ്ടി വന്നതൊക്കെ ഏതെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ? തെളിവില്ല നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും? തെളിവില്ലാതെ പോലീസ് കേസ് എടുക്കുമോ? 2 കോടതികളിൽ ആ കേസ് പോയില്ലേ? 2 കോടതികൾ എന്താ? കോടതികൾക്ക് ഈ ലോകത്ത് യാതൊരു മാന്യതയുമില്ലേ? കോടതികളിൽ തെളിവില്ലാത്തതുകൊണ്ടാണോ കോടതികൾ ആദ്യത്തെ കോടതി അവർക്ക് ജാമ്യം നിഷേധിച്ചത്? 2ാമത് കോടതി ആ കേസ് ജാമ്യം നിഷേധിക്കുകയായിരുന്നല്ലോ. അവർക്ക് ഇടപെടാനുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അവരുടെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്ന് കാണിച്ച് ജാമ്യാപേക്ഷ പരിഗണിക്കാതിരിക്കുകയായിരുന്നു. 2 കോടതിയും ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് അപ്പൊ അവർ ചെയ്ത കുറ്റത്തിന്റെ ആ ഗ്രാവിറ്റി വെച്ചിട്ടാണ് അധികാര പരിധിയിൽ നിന്ന് ആ കോടതി ഒഴിഞ്ഞത്. അധികാര പരിധിയിൽ വരുന്നില്ല എന്നതാണ് ചൂണ്ടിക്കാട്ടി. ഞാൻ ചോദിച്ചത് പോലീസ് നടത്തിയ വിചാരണയെ കുറിച്ചല്ല, ബജ്രംഗ് ദൾ പ്രവർത്തകർ നടത്തിയ വിചാരണയെ കുറിച്ചാണ്. തെളിവുണ്ടായാലും ഇല്ലെങ്കിലും അത് വിലയിരുത്തി വിചാരണ നടത്തേണ്ടത് ബജ്രംഗ് ദൾ പ്രവർത്തകരല്ലല്ലോ. ബജ്രംഗ് ദൾ പ്രവർത്തകർ വിചാരണ നടത്തിയത് നിങ്ങൾ താരാ പറഞ്ഞത്? ദൃശ്യങ്ങൾ പുറത്തു വന്നതാണല്ലോ. ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ അടിച്ച് കരണം പൊട്ടിക്കുമെന്ന് പറയുന്ന ദൃശ്യങ്ങൾ വന്നതാണല്ലോ പുറത്ത്. തരാൻ കഴിയുമോ? ദൃശ്യങ്ങൾ പുറത്തു വന്നതാണല്ലോ ശ്രീ വിജി തമ്പി. ആരായാലും
ഛത്തീസ്ഗഡിലെ നിയമം എന്താണ്? നിർബന്ധിത മതമാറ്റം നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ആ ഛത്തീസ്ഗഡിൽ ഇങ്ങനൊരു സംശയം റെയിൽവേ പോലീസിന് തോന്നിയപ്പോ അവിടെ ഉണ്ടായിരുന്ന ബജരംഗ പ്രവർത്തകർ. താങ്കൾ എന്താണ് സൂചിപ്പിച്ചത്? നിർബന്ധിത മതപരിവർത്തനം തടഞ്ഞ ഇടമാണ്. നിർബന്ധിതമാണോ അല്ലയോ എന്ന് തെളിയിക്കുക എന്നത് പറഞ്ഞാൽ നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് വരെ വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അവിടെയാണ് ഒരു സംശയത്തിന്റെ പേരിൽ അവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ വിചാരണ നേരിടേണ്ടി വന്നു. ഈ തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തി FIR രേഖപ്പെടുത്തുന്ന സാഹചര്യം വന്നു. അതിനുശേഷം ജാമ്യം പോലും ഇല്ലാതെ 7 ദിവസം കിടക്കേണ്ടി വരുന്നത് സംശയത്തിന്റെ പേരിലാണ്. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല. പെൺകുട്ടിയുടെ മൊഴി പുറത്ത് വന്നിട്ടില്ലേ? ആ പെൺകുട്ടി എന്താ പറഞ്ഞത്? നിർബന്ധപൂർവ്വം അവരെ കൂട്ടിക്കൊണ്ടുപോയി. പകുതി വഴിയിൽ വെച്ച് അവർ പറഞ്ഞു, എനിക്ക് എത്ര ദൂരം വരാൻ പറ്റില്ല, തിരിച്ചു പോകണം. അവരെ ഭീഷണിപ്പെടുത്തി. അവർക്ക് അവരാദ്യം പറഞ്ഞ മൊഴി അതല്ലല്ലോ ശ്രീ വിജിത് തമ്പി. അവരാദ്യം പറഞ്ഞ മൊഴി അതല്ല, പിന്നീട് മൊഴി മാറ്റി എന്ന വിവരങ്ങൾ വരുന്നു. ഞാൻ ചോദിക്കുന്നത്, താങ്കളോട് ചോദിക്കുന്നത്, അവിടെ നമ്മൾ കണ്ടത് 2 കുട്ടികളുമായി പോകുന്ന കന്യാസ്ത്രീകളെ മാത്രമാണ്. അവർ റെയിൽവേ സ്റ്റേഷനിൽ അവർ പറയുന്നത് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അവരെ കൊണ്ടുപോകുന്നു, ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ വിഷ്വലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ കാണുന്നത് നോക്കൂ. നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്തിയ ചടങ്ങുകൾ നോക്കൂ. അവിടെ എന്തൊക്കെ പൂജാവിധികളോടുകൂടിയാണ് തിരിച്ച് ആളുകളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് നിർബന്ധിതപൂർവമല്ല എന്നത് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. അത് എല്ലാ തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യവും ഒരു തെളിവുമില്ലാതെ ജോലിക്കായി 2 പേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത് അങ്ങേയറ്റത്തെ അധമ പ്രവർത്തനവും തെറ്റും ആകുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരിക്കലുമില്ല. ആ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നവർക്ക് ശുദ്ധികലശം നടത്തി, അവർക്ക് പേര് മാറ്റി, അവരുടെ എല്ലാ ഐഡന്റിറ്റിയും മാറ്റി, അവർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് കൃത്യമായ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, വിശ്വഹിന്ദു പരിഷത്ത് മാത്രമാണോ ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലില്ലേ പരാവർത്തനം? ക്ഷേത്രങ്ങൾ എന്താ? അത് സർക്കാരിന്റെ കീഴിലുള്ളതല്ലേ ക്ഷേത്രങ്ങൾ? ആ ക്ഷേത്രങ്ങളിലുണ്ടല്ലോ പരാവർത്തനം. ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരുന്നവരെ ക്ഷേത്രങ്ങളിൽ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതെന്താ? വിശ്വഹിന്ദു പരിഷത്ത് മാത്രമാണോ ചെയ്യുന്നത്? അങ്ങനെ പറയരുത്. നമ്മൾ പറഞ്ഞല്ലോ, വിശ്വഹിന്ദു പരിഷത്തോ ഏതെങ്കിലും ഹൈന്ദവ സംഘടനകൾ മറ്റേതെങ്കിലും മതസ്ഥിലുള്ള ഏതെങ്കിലും ഒരാളിനെ ഏതെങ്കിലും പ്രലോഭനങ്ങൾ വഴിയോ ഭീഷണി വഴിയോ എന്തെങ്കിലും രീതിയിൽ മതം താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ചോദിച്ചത്, മറ്റേതെങ്കിലും മതത്തിൽപ്പെടുന്നവർ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്നതിന്റെ തെളിവുകൾ താങ്കളുടെ കയ്യിലുണ്ടോ എന്നതാണ് ഞാൻ ചോദിച്ചത്. ഉണ്ടല്ലോ, ഇഷ്ടം പോലെ തരാം. ഞാൻ പറഞ്ഞില്ലേ, ചാലക്കുടിയിലെ ഒരു കുടുംബം പറയുന്ന വീഡിയോ ഞാൻ വേണമെങ്കിൽ തരാൻ നിങ്ങൾക്ക്. അതുപോലെ നമ്മുടെ ഹരിദ്വാറിൽ എന്റെ നമ്പർ താങ്കളുടെ കയ്യിലുണ്ടല്ലോ, അയച്ചോളൂ. ഞാൻ തരാം, എന്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ അയച്ചു തരാം. അത് ഞാൻ അയച്ചു തരാം, വേണമെങ്കിൽ ഒന്നും നോക്കണ്ട. നമ്മുടെ പെന്തക്കോസ്റ്റ് പാസ്റ്റർ അല്ലേ മുൻ DGP TP സെൻകുമാർ സാർ ഇന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. സാറേ, ഹരിദ്വാറിൽ വന്നതേ പെന്തക്കോസ്റ്റ് പാസ്റ്റർ അല്ലേ? ഏതായാലും വിഭാഗങ്ങൾ എന്തിനാ പറയുന്നത്? വിഭാഗങ്ങളെ കുറിച്ച് എന്തിനാ രാഹുൽ പറയുന്നത്? നമ്മുടെ നാട്ടിലെ പെന്തക്കോസ്റ്റ് ക്രിസ്ത്യൻ വിഭാഗം അല്ലേ? ഹിന്ദു ആണോ? ആണെങ്കിൽ പറയാൻ സമ്മതിക്കാം. നമ്മുടെ കത്തോലിക്കോ ഓർത്തഡോക്സോ ായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ അംഗീകരിക്കാം. പെന്തക്കോസ്റ്റ് ക്രിസ്ത്യൻ വിഭാഗമാണോ അല്ലയോ? ഞാൻ ചോദിച്ചാൽ അത്രേ ഉള്ളൂ. അപ്പോൾ വ്യാപകമായി മറ്റ് ഇടങ്ങളിൽ ഹിന്ദുക്കളെ മതം മാറ്റുന്നുണ്ട്. നിങ്ങൾ തിരിച്ചു വിളിക്കുന്നതൊക്കെ സ്വമേധയാ എത്തുന്നവർ തന്നെയാണ്. ആ വാദത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നു. തിരിച്ച് ഹിന്ദു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലല്ല. കേരളത്തിൽ എന്താ? ടിപ്പു സുൽത്താന്റെ കാലത്ത് ഇവിടെ എത്രയോ മതമാറ്റം നടന്നിട്ടുണ്ട്, നിർബന്ധിതമായി നടന്നിട്ടില്ലേ? അതിനുശേഷം മാപ്പിളയുടെ കാലത്ത് നടന്നിട്ടില്ലേ? ആ കാലം തൊട്ടേ ഇവിടെ നടക്കുന്നില്ലേ? ഇപ്പോഴും മലയോര ഗ്രാമങ്ങളിൽ അവർക്ക് മറ്റേ ഗോതമ്പും അരിയും പഞ്ചസാരയും പൈസയും പണവും ജോലിയും എല്ലാം കൊടുത്ത് ഇപ്പോഴും കൺവർഷൻ നടക്കുന്നില്ലേ? എത്ര സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അത് പറയരുത്. പക്ഷെ അതുപോലെ ഹിന്ദു സംഘടനകൾ ഒരാൾക്കും 10 പൈസ കൊടുത്ത് ആരെയും മാറ്റാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ. അത് ഉറപ്പിച്ച് പറയാൻ കഴിയും. ശരി, അതാണ് ന്യായം. ശ്രീ M ജയചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് CMI സഭാ പ്രതിനിധിയാണ് ഫാദർ റോയ് കണ്ണഞ്ചിറ നമുക്കൊപ്പം ചേരുന്നത്. ഫാദർ, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ക്രൈസ്തവ സഭകൾ ഒക്കെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തുന്നത്. കേരളത്തിലാണ് ഏറ്റവും അധികം പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പ്രത്യക്ഷ സമരത്തിലേക്ക് വരെ നീങ്ങേണ്ടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന അവസരത്തിൽ തന്നെയാണ് ഇത്തരമൊരു ഖർവാപ്പസി നടക്കുന്നത്. ഇതേതെങ്കിലും തരത്തിൽ ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ സമയം എന്നത് ഒരു ചോദ്യചിഹ്നമാകുന്നുണ്ടോ? നമസ്കാരം. ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം.
ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ഖർവാപ്പസി എന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഹിന്ദു മതത്തിലേക്ക് നേരത്തെ വിശ്വസിച്ചിരുന്നവർ മറ്റിതര മത വിഭാഗങ്ങളിലേക്ക് കൺവെർട്ടഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് ആനയിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഖർവാപ്പസി എന്ന വാക്ക്, വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്ന ആ ഒരു പദപ്രയോഗം ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇന്ന് ചെങ്ങന്നൂരിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടന്നു എന്ന് വാർത്തയിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും ഛത്തീസ്ഗഡിൽ ഞാൻ അംഗമായിരിക്കുന്ന കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹത്തിൽ അംഗങ്ങളായ 2 സന്യാസിനികളെ അവരുടെ വഴി തടഞ്ഞ് യാതൊരു തെളിവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതും തമ്മിലുള്ള ബന്ധം അങ്ങനെ ചേർത്ത് വായിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതിനെ അങ്ങനെ കണക്റ്റഡ് ആണെന്ന് എനിക്ക് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തെളിവില്ലാത്ത കാര്യത്തെ പറ്റി സംസാരിക്കുന്നത്, പൊതുമാധ്യമത്തിൽ സംസാരിക്കുന്നതിലൂടെ എനിക്ക് അനുകൂലമല്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അംഗമായിരിക്കുന്ന ഇപ്പം ഇവിടെ രാഹുൽ ഈശ്വർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ സഭാവിഭാഗങ്ങളും ഒരേ രീതിയിൽ അവരുടെ വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നവരല്ല. ഞാൻ അംഗമായിരിക്കുന്ന കത്തോലിക്ക സഭയുടെ പ്രവർത്തന രീതിയിലാണ് സംസാരിക്കാനാണ് എനിക്ക് ഇഷ്ടം. കത്തോലിക്ക സഭയുടെ രീതി അനുസരിച്ച് ഒരു വ്യക്തിയെയും നിർബന്ധിച്ച് അവരുടെ വിശ്വാസം മോശമാണ് എന്ന് വരുത്തി തീർത്ത് കത്തോലിക്ക വിശ്വാസത്തിലേക്ക്, ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് സഭയുടെ ശൈലിയല്ല. സഭയുടെ മതബോധന ഗ്രന്ഥമനുസരിച്ച് എനിക്ക് എൻ്റെ വിശ്വാസത്തെ പരസ്യമായിട്ട് പ്രഘോഷിക്കാം, എൻ്റെ വിശ്വാസത്തെ എനിക്ക്, അതേസമയം എൻ്റെ വിശ്വാസത്തെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അത് ഓരോ രാജ്യത്തും നിയമം അനുസരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തിൽ നിയമം അനുസരിച്ച്, ഇപ്പോൾ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച്, നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഓരോ വ്യക്തിക്കും അവരവരുടെ ഇഷ്ടമുള്ള മനസാക്ഷി അനുസരിച്ചുള്ള വിശ്വാസം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മൗലിക അവകാശമാണ്. മതസ്വാതന്ത്ര്യം മൗലിക അവകാശമാണ്. അത്തരത്തിൽ സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള, വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു അനുഭവമാണ് വിശ്വാസം എന്ന് ഞാൻ വിചാരിക്കുന്നു. അയാൾക്കത് സത്യമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഈ ഇതര മത സഹോദരങ്ങൾ, അവർ വിശ്വസിക്കുന്ന വിശ്വാസം അവരെ സംബന്ധിച്ച് സത്യമാണ്. അതിനെ ഞാൻ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. എൻ്റെ വിശ്വാസം അനുസരിച്ച് എൻ്റെ വിശ്വാസം സത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് ഇതര വിശ്വാസത്തെ ആദരിക്കാനേ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ കത്തോലിക്ക സഭയിലെ വൈദികരാകാൻ 15 വർഷം എനിക്ക് പഠിക്കണം. അതിൽ ഭാരതീയ തത്വശാസ്ത്രം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകണം. എന്നാൽ മാത്രമേ എനിക്ക് അച്ഛനാകാൻ സാധിക്കുകയുള്ളൂ. കത്തോലിക്ക സഭയിലെ എല്ലാ വൈദികരും അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇസ്ലാമോളജി പഠിക്കണം. ഇസ്ലാമോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള അച്ഛന്മാരാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. വൈഷ്ണവിസത്തിലും ശൈവിസത്തിലും ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവരാണ്. വേദങ്ങളിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള, ഹിന്ദു സർവകലാശാലയിൽ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള അച്ഛന്മാരാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഥർവവേദ സൂക്തം ഞാൻ എപ്പോഴും ഓർക്കും. മിത്രസ്യ ചക്ഷുഷ സമീക്ഷാമഹേ. മിത്രമേ, നമുക്ക് കണ്ണിൽ നോക്കി നമുക്ക് പരസ്പരം തിരിച്ചറിയാം. അപ്പൊ ആ ഒരു അടുപ്പം നമുക്ക് തമ്മിലാവാം എന്ന് ഭാരതീയ പൈതൃകം തലമുറകളായി പ്രഘോഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇതര മതസമൂഹങ്ങൾ വളർന്നതും നിലനിൽക്കുന്നതും ജീവിക്കുന്നതും. ഞാൻ അതിനെ ആദരിക്കുന്നു. ഭാരതത്തിന്റെ ആ ഒരു വിശാലമായ മനസ്സിനെ ഞാൻ ആദരിക്കുന്നു. കത്തോലിക്ക സഭ ആദരിക്കുന്നു. ഇതര ക്രൈസ്തവ സമൂഹങ്ങൾ അതിനെ ആദരിക്കുന്നു, തീർച്ചയായിട്ടും. അല്ലാതെ ഒരിക്കലും അതിനെ പരിഹസിക്കാറില്ല, പരിഹസിക്കുന്നുമില്ല. ഇനി വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന രീതി എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ രാഹുൽ ഈശ്വരന്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന മറ്റ് 2 അതിഥികളെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ല. ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ എല്ലാ മതസമൂഹത്തിലുമുള്ള എൻ്റെ സഹോദരങ്ങളുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തർക്കും നന്മ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമായിട്ടാണ് അവരവരുടെ വിശ്വാസം അവരുടെ ഉള്ളിൽ അവരെ രൂപപ്പെടുത്തുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരത്തിൽ എന്നെയും എൻ്റെ വിശ്വാസം, എനിക്ക് യേശുവിലുള്ള എൻ്റെ വിശ്വാസം, യേശു പ്രഘോഷിച്ചിട്ടുള്ള വിശുദ്ധ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പൊതുസമൂഹത്തിൽ എല്ലാവരെയും
ദൈവമക്കളായി കാണാനും എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും വളർത്താനും സഹായിക്കാനുമുള്ള പ്രചോദനം നൽകുന്നു. അത് ഈ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം. അത്തരത്തിൽ എല്ലാ മനുഷ്യരെയും സ്നേഹിച്ച് സഹകരിച്ച് സഹായിക്കാൻ വേണ്ടി വ്രതം ചെയ്ത് ജീവിക്കുന്ന സന്യാസ സമൂഹങ്ങളുണ്ട്. ഭാരതത്തിൽ എത്രയോ സന്യാസ സമൂഹങ്ങളുണ്ട്, ഹൈന്ദവ സന്യാസ സമൂഹങ്ങളിൽ. അതുപോലെ ഞാനൊന്ന് ഇടപെടുകയാണ്. ക്രിസ്തു മതവും സഭകളും ഒക്കെ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെയൊക്കെ ചെയ്ത സംഭാവനകൾ, നമ്മളുടെ സമൂഹത്തിന്റെ വികാസത്തിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ ഇങ്ങനെ എപ്പോഴും എണ്ണി എണ്ണി പറയേണ്ടുന്നതുണ്ട് എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം എവിഡന്റ് ആണ് അത്, ആർക്കും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ ഈ മതമാറ്റ നിരോധന നിയമം അവിടെ ഉള്ളതാണ്. അത് വളരെ വലിയ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഒക്കെ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സഭ ഈ വിഷയങ്ങളിലൊക്കെ അനുഭവിക്കുന്നുണ്ടോ? എന്ത് ചെയ്താലും തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന പേടിയുണ്ടോ? മുൻകാലങ്ങളിൽ ചെയ്ത നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പോലും ആ ഭയം വേട്ടയാടുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? കത്തോലിക്ക സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അന്വേഷിക്കാം. വിവിധ സംസ്ഥാനങ്ങളിൽ 10,000-കണക്കിന് വിദ്യാലയങ്ങളിൽ ഓരോ സംസ്ഥാനത്തെയും വിദ്യാഭ്യാസ സംവിധാനങ്ങളോട് ചേർന്നുകൊണ്ട് അനുസരിച്ച് നിലനിർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും എല്ലാ മതസ്ഥരുമല്ലേ? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മതപരിവർത്തനമാണ് ഞങ്ങളുടെ സാമൂഹ്യ സേവനത്തിന്റെ ലക്ഷ്യം എന്ന് ആർക്ക് പറയാൻ കഴിയും? സമൂഹ നിർമ്മിതിയാണ്. നല്ല മനുഷ്യരായാൽ മതി. അപ്പോൾ അതിൽ എല്ലാ മനുഷ്യരിലും ദൈവത്തിന്റെ സ്പർശമുണ്ട്, നന്മയുണ്ട്. നന്മ ദൈവം. ശരി, എന്തോ സാങ്കേതിക തടസ്സം നേരിട്ടിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എം ജയചന്ദ്രൻ, നമ്മൾ ഇതിനു മുൻപും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2014 ആലപ്പുഴയും കോട്ടയം ഒക്കെ കേന്ദ്രീകരിച്ചൊക്കെ ഈ രീതിയിൽ ഘർ വാപ്പസി വരികയും നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്ത വിഷയമാണ്. മാത്രവുമല്ല, നൂറ്റാണ്ടുകളായി ഇതിവിടെ നടന്നു വരുന്നതാണ്. എല്ലാ മതത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൺവേർഷൻ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരികയും അത് വലിയ രാഷ്ട്രീയമായി തന്നെ അതിൻ്റെ സാധ്യതകൾ തേടിയുള്ള വലിയ രീതിയിലുള്ള പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ക്രൈസ്തവ സഭകൾ അവർക്ക് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. BJPയിൽ തന്നെ പല വിധത്തിൽ ഉള്ള അഭിപ്രായങ്ങൾ തീവ്രവിഭാഗവും രാഷ്ട്രീയ ചേരി മറ്റൊന്നുമായി മാറുന്ന സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. എന്താണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചർച്ച കേരളത്തെ സംബന്ധിച്ച് ഇത്ര പ്രാധാന്യമുള്ളതായി മാറുന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? അത് ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ VHP പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ബഹുമാനായ ശ്രീ വിജി തമ്പി പറഞ്ഞ വസ്തുതകളുമായി അല്ലെങ്കിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ച കാര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ഇതിനൊന്നും കേരളത്തിൻ്റെ ചരിത്രം പരിപൂർണമായും മറ്റൊന്നാണ്. കാരണം നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ട് എടുക്കണം. കഴിഞ്ഞ നൂറ്റാണ്ടും അതിന് മുമ്പിലത്തെ നൂറ്റാണ്ടും ഒക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞ നൂറ്റാണ്ട് മാത്രം എടുത്തോളൂ. ഇവിടെ അത് മതിയല്ലോ ചർച്ച ചെയ്യാൻ. നമ്മുടെ സമീപകാല നൂറ്റാണ്ടുമാണല്ലോ. നേരത്തെ ബ്രിട്ടീഷുകാർ ഇവിടെ വരുമ്പോൾ ആദ്യം ഡിവൈഡ് ആൻഡ് റൂൾ ആണ് അവർ സ്വീകരിച്ച തന്ത്രം. അത് അഡ്മിനിസ്ട്രേഷനിൽ അതായിരുന്നു അവരുടെ സമീപനം അതായിരുന്നു. അതേസമയം സൊസൈറ്റിയിൽ സമൂഹത്തിൽ അവർ ചെയ്തത് അപ്ലിഫ്റ്റ് ദ ഡൗൺ ട്രോഡൻ ത്രൂ എഡ്യൂക്കേഷൻ. അതായിരുന്നു അവരുടെ മോട്ടോ തന്നെ. അതായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഉടനീളം മിഷണറിമാരുടെ വിദ്യാലയങ്ങൾ ഉണ്ടായതും. ഒരുപാട് പേര്, ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ, അദ്ദേഹം പഠിച്ചത്, അദ്ദേഹത്തിന് മുത്തശ്ശി വരെ പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് അത് വന്നത്. പിന്നെ എപ്പോഴാണ് ഈ മതം മാറ്റത്തിലേക്ക് വരുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട മറ്റു സംഗതി. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ നൂറ്റാണ്ട് പ്രത്യേകമായിട്ട് പറഞ്ഞത്, ഈ ഹൈന്ദവ സമൂഹത്തിൽ പ്രത്യേകിച്ചും ബ്രാഹ്മണ പൗരോഹിത്യം, ഞാൻ രാഹുൽ ഈശ്വരെ തെറ്റിദ്ധരിക്കേണ്ട, ആ രൂപത്തിലല്ല ഞാൻ പറയുന്നത് കേട്ടോ. അത് ഈ ബ്രാഹ്മണ പൗരോഹിത്യത്തിന്റെ ഒരു ആധിപത്യത്തിന് കീഴിൽ കീഴാള ജനത എന്ന് പറയുന്ന ഇപ്പോൾ അങ്ങ് വിശദീകരിക്കുന്ന ഹരിജനങ്ങൾ, പഴയ ഹരിജനങ്ങൾ, ഇപ്പോൾ SC വിഭാഗം അല്ലെങ്കിൽ ST വിഭാഗം, അത്തരക്കാര് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന നിത്യജീവിതത്തിൽ തന്നെ. അത് ഈഴവർക്ക് വരെ അത് ഉണ്ടായിട്ടുണ്ട്.
അപ്പോഴാണ് അങ്ങോട്ട് മാറിയാൽ ക്രൈസ്തവ മതത്തിലേക്ക് ചേർന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. അവരെല്ലാം സുരക്ഷിതരാണ്. ജീവിതത്തിൽ സുരക്ഷിതമായ ഒരു സാമൂഹ്യ സാമൂഹ്യ സുരക്ഷിതത്വം അനുഭവിക്കാൻ ഏറ്റവും മികച്ച മാർഗമായി അന്ന് അറിയപ്പെട്ടിരുന്നതും ജനങ്ങൾ അനുഭവിച്ചിരുന്നതുമായ ഒരു വഴി എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറുക എന്നുള്ളതാണ്. അതോടുകൂടി അവരുടെ അതുവരെ ഉണ്ടായിരുന്ന അസ്പൃശ്യത മുഴുവൻ മാറുകയാണ് സമൂഹത്തിൽ. ചെറിയ കാര്യമല്ല. അന്നത്തെ സമൂഹത്തിന്റെ ഘടന നമ്മൾ ആലോചിച്ചാൽ മതി. ആ ഘടനയിൽ അതുവരെ ഈ അധസ്ഥിതരായി നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്ന അസ്പൃശ്യത, അൺടച്ചബിലിറ്റി മുഴുവൻ മാറുന്നു. അവർ ടച്ചബിൾസ് ആയി മാറുന്നു. ആ ഒരു രീതിയിലേക്കാണ് ആ ഘട്ടത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ടുണ്ടായ ഒരു മാറ്റം. അതാണ് ആ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് പേർ ഇങ്ങോട്ട് മാറുന്നത്. ഇങ്ങോട്ട് മാറി സ്വാതന്ത്ര്യത്തിന് ശേഷവും അതുണ്ടായി. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം ഞാൻ വളരെ ചുരുക്കി സമയത്തോട് ചുരുക്കി പറയുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം സംഭവിച്ചൊരു മാറ്റം എന്താണ്? സാമൂഹ്യ ഘടനയിൽ പരിവർത്തിത ക്രൈസ്തവർക്ക് കിട്ടുന്നതിനേക്കാൾ എന്തോ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ എം ജയചന്ദ്രൻ, എന്നെ കേൾക്കാമോ? ഇല്ല, അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. മറ്റ് അതിഥികളിലേക്കും എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഇപ്പോൾ മലബാറിൽ ഇസ്ലാം മതത്തിലേക്കും മധ്യ കേരളത്തിലൊക്കെ ക്രിസ്തു മതത്തിലേക്കും ഹിന്ദു മതത്തിൽ നിന്ന് ആളുകൾ പോയത് ഈ ജാതി വിവേചനവും മറ്റ് ദുരവസ്ഥകളും സഹിക്കവയ്യാതെയായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ സ്വമേധയാ ഇങ്ങ് തിരിച്ചെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് കാലം പിന്നെയും തിരിച്ചു പോകുന്നതായിട്ടാണ് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും മനസ്സിലാകുന്നത്. ശ്രീ ജയേന്ദ്രൻ സാറ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ്. ഞാനൊരു നമ്പൂതിരി ബ്രാഹ്മണനായി തന്നെ അത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ചരിത്രത്തിൽ ഒരുപാട് തെറ്റുകൾ നമ്മുടെ ഹിന്ദു പൗരോഹിത്യത്തിനടക്കം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ വിവേകാനന്ദ സ്വാമി ഇവിടെ വന്ന് നിങ്ങൾക്ക് ഭ്രാന്താണ്, നീയൊക്കെ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ് ജാതീയതയുടെ അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ചില ആൾക്കാർ പോയിട്ടുമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ വന്ന ചരിത്രപരമായ ക്രിസ്തു മതവും ഇസ്ലാം മതവും അവർ കൊണ്ടുവന്ന നന്മകളിൽ ആകൃഷ്ടരായി ഒരുപാട് മാറിയിട്ടുണ്ട്. അതായത് ചരിത്രത്തിൽ നമ്മുടെ ക്രിസ്തുമതം വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ സന്ദേശത്തിൽ ആകൃഷ്ടരായി, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ സന്ദേശങ്ങളിൽ ആകൃഷ്ടരായി ഒരുപാട് പേര് മാറിയിട്ടുണ്ട്. നമ്മുടെ ചരിത്രത്തിൽ അതൊന്നും നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നമായി കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം കഴിഞ്ഞ നൂറ്റാണ്ടിൽ വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് പറഞ്ഞു. വിവേകാനന്ദ സ്വാമി എപ്പോഴും കയ്യിൽ സൂക്ഷിച്ചിരുന്ന 2 പുസ്തകങ്ങളാണ്. ഒന്ന് ഭഗവത്ഗീത, 2 ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, തോമസ് കെംപിസിന്റെ ഇമിറ്റേഷൻ എപ്പോഴും കയ്യിൽ സൂക്ഷിച്ചിരുന്ന 2 പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസൻ വ്യത്യസ്ത മതങ്ങളെ ആഴത്തിൽ പഠിച്ച് അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ നവോത്ഥാന ഗുരുക്കളെ എടുക്കാം. നേരത്തെ തമ്പിസാറും ഞാനും ഒക്കെ അതിൽ ഒരുപാട് യോജിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഭ്രാന്താലയമായിരുന്ന കേരളത്തെ ദേവാലയമാക്കി മാറ്റിയത് നമ്മുടെ ചട്ടമ്പി സ്വാമികളും വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയും, ഭാരതകേസരി മന്നത്ത് പത്മനാഭനും മഹാത്മാ അയ്യങ്കാളിയും, തൈക്കാട് അയ്യാഗുരുവും, ശുഭാനന്ദ ഗുരുദേവനും, വൈകുണ്ഠ സ്വാമികളും അടക്കമുള്ള ഒരുപാട് പേരാണ്. ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. അപ്പൊ എവിടെയാണ് നമ്മുടെ ഇടയിൽ ഈ വിടവ് വരുന്നത്? അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ വിമോചകനായ മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത് യേശുക്രിസ്തുവാണ് എനിക്ക് ലക്ഷ്യം തന്നത്, ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ മാർഗങ്ങൾ തന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഗാന്ധിയാണ് എന്നാണ്. ഗാന്ധിജിയുടെ മരണമാണ് ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശുമരണത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ട്രാജഡി എന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിലെ പല ക്രിസ്തീയ പുരോഹിതന്മാരും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ മതസമന്വയം, മതസൗഹാർദ്ദം, ഒരുമ എന്നുള്ള ആശയം നമ്മൾ വിട്ട് നമ്മൾ എന്നാണ് ഈ കോമ്പറ്റീഷൻ ഐറ്റത്തിലേക്ക് പോയത്? മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമോ, ഗപ്പ് കിട്ടുന്ന ഐറ്റമോ, കപ്പ് കിട്ടുന്ന ഐറ്റമോ ഒന്നും അല്ലല്ലോ. ഇപ്പോ വിജയ് തമ്പി സാറ്, ഞാൻ അങ്ങനെ അല്ല ശ്രീ രാഹുൽ ഈശ്വർ, ഞാനതാണ് ചോദിച്ചത്. ഇപ്പോ ഹിന്ദുമതത്തിൽ നിന്ന് ജാതിപരമായിട്ടും മറ്റുമൊക്കെ വിവേചനം തേടി പട്ടിണി കിടന്ന് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതെ ഒക്കെ മതം മാറിപ്പോയവർക്ക് തിരിച്ചു വരാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? താങ്കൾ ഈ സൂചിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ നല്ല വഴി തേടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അമരത്തിരിക്കുന്നവർ ഇപ്പോൾ വിളിച്ചു പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. അല്ല, അവിടെയാണ് അങ്ങനെയല്ല. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ, ഞാൻ ആത്മാർത്ഥമായി പറയാം, അതായത് ഇപ്പോൾ അയ്യപ്പ സ്വാമിയുടെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളാണ് മുസ്ലിമായ വാവരും ക്രിസ്ത്യാനിയായ വെളുത്തയും. ഇന്നും നമ്മുടെ പല സംഘടനകളും അതിനെ അംഗീകരിക്കാത്തതിന്റെ കാര്യം പല ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘടനകൾക്കും ഈ മതം മാറ്റത്തിലൊക്കെ ഒരു വേദനയും വിഷമവും ഉണ്ട്. അവരുടെ റിയാക്ഷൻ കുറച്ച് ഹാർഡായി വരുന്നു എന്നേ ഉള്ളൂ. അവരുടെ ഉള്ളിലും ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ ബഹുസ്വരവാദികളാണ്, പലപ്പോഴും ഒരു കടുത്ത നിലപാട് എടുക്കുന്നു എന്നേ ഉള്ളൂ. ആ ബഹുസ്വരത ഇന്ത്യൻ മണ്ണിൽ ആഴത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ
അടിസ്ഥാന സ്വഭാവമാണ്. നമ്മുടെ കൊടിയിൽ പോലും കാണുന്ന കാവിയും വെള്ളയും പച്ചയും പോലും ഈ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെ റെപ്രസെന്റ് ചെയ്യാനാണ് മഹാത്മാഗാന്ധി ഏപ്രിൽ 13, 1921 ഇത് എഴുതി ചേർക്കുന്നത്. ഈ ഒരു ബാലൻസ് നമുക്ക് നഷ്ടപ്പെടുകയും ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമായി മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസെക്യൂരിറ്റി വരും. വെറുതെ ഇപ്പം പറയാം, ഇപ്പം ഈ നടന്ന സംഭവം 4 ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളെ ഹിന്ദുക്കളാക്കി മാറ്റി. അവരുടെ കൂടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് അതൊരു വിഷമമോ വിള്ളലോ അടക്കമുള്ള കാര്യങ്ങളാവും. നേരെ മറിച്ച് നാളെ ഏതെങ്കിലും ഹിന്ദു കുടുംബത്തിൽ നിന്ന് അങ്ങനെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാവും. ഇപ്പം നമ്മുടെ ഇടയ്ക്ക് റോയ് പിതാവിനെ അറിയാം. ഞാൻ നമ്മുടെ പുരുഷ കമ്മീഷന് ഒരു പ്രശ്നം വന്നപ്പോൾ ആദ്യം വിളിച്ച ആൾക്കാരിലൊന്ന് റോയ് പിതാവിനെയാണ്. എന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് കണ്ടോട്ടെ, ഞങ്ങളെ ഇതിനൊന്ന് പിന്തുണയ്ക്കണം. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സഹകരണത്തിന് മതം ഒരു പ്രശ്നമാകരുത്. അതിന് മതസൗഹാർദ്ദമെന്നോ മതേതരത്വമെന്നോ ബഹുസ്വരതയെന്നോ എന്ത് വിളിച്ചാലും മതി. ഇതിനെ ഒരു കോമ്പറ്റീഷൻ ഐറ്റമാക്കി കാണാതെ സഹകരണത്തിനും സഹവർത്തിത്വത്തിനും ഉള്ള ഒരു കാര്യമായി മാറ്റിക്കൂടെ? ശരി ശരി. ശ്രീ വിജി തമ്പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദുമതത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾ പേറാൻ വയ്യാതെയാണ് പലരും മതം വിട്ടു പോയിട്ടുള്ളത്. ഇപ്പോഴും പക്ഷേ ഒരു ആത്മവിശ്വാസക്കുറവുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മതപരിവർത്തനത്തെ ചൊല്ലി ഇത്രയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇപ്പോൾ ഹിന്ദുമതമാണ് തങ്ങൾക്ക് ഏറ്റവും അനുകൂല്യമെന്നും തങ്ങൾ അവിടെയായിരിക്കും സന്തുഷ്ടരെന്നും അവിടെ എത്തിയാൽ സമാധാനവും സമത്വവും ലഭിക്കുമെന്നും ഒരു ബോധമുണ്ടെങ്കിൽ അവർ തന്നെ സ്വമേധയാ തിരിച്ചു വരാൻ അവസരം ഉള്ള സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ കേരളത്തിൽ ഒരു നയവും കേരളത്തിന് പുറത്ത് മറ്റൊരു നയവും എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്തിനാണ്? അങ്ങനെ ഒരു നിലപാട് വിശ്വ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലോ. വിശ്വ ഹിന്ദു പരിഷത്ത് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അതല്ലേ ശ്രീ വിജി തമ്പി ചോദിച്ചത്. കേരളത്തിൽ ഇത് നടക്കുമ്പോൾ അത് സ്വമേധയാ വന്നതാണെന്ന് താങ്കൾ പറയുന്നു, അത് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. കേരളത്തിന് പുറത്തു നടക്കുമ്പോൾ മറ്റൊരു നിലപാട് എന്തിനാണ്? അവിടെയും ഹിന്ദുമതത്തിലാണ് അവർ സുരക്ഷിതരെന്ന് തോന്നിയാൽ അവർ അങ്ങോട്ടേക്ക് വരുമല്ലോ. അല്ല, അങ്ങനെ വരുന്നവരെ മാത്രമേ സ്വീകരിക്കുന്നുള്ളല്ലോ. അങ്ങനെ വരുന്നവരെ മാത്രമാണല്ലോ വിശ്വ ഹിന്ദു പരിഷത്ത്. അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്കത് സാധിക്കാത്തത് കൊണ്ടായിരിക്കുമെന്ന് കരുതിയാ പോരെ? അങ്ങനെ പോകുന്നവരെ നമ്മളാരും പിടിച്ചു നിർത്തുന്നില്ലല്ലോ. പിന്നെ എന്തുവാണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത്? ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് മതത്തിലും വിശ്വസിക്കാം, ഏത് ഈശ്വരനിലും വിശ്വസിക്കാം. ഒന്നും ഈശ്വരനിൽ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നാസ്തികരായിട്ടും വേണമെങ്കിലും ജീവിക്കാം. അതൊക്കെ അവരവരുടെ താല്പര്യം. അതിനൊന്നും ആരും എതിർക്കുന്നില്ല. പക്ഷേ ഞാൻ ഹിന്ദു ആവണമെന്ന് ആഗ്രഹിച്ച് സർക്കാരിന്റെ രീതിയിൽ, അതായത് സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ആ രേഖകളുമായിട്ട് വരുന്നവരെ മാത്രമേ വിശ്വ ഹിന്ദു പരിഷത്ത് പരാവർത്തനത്തിന് വിധേയരാക്കാറുള്ളൂ. അല്ലാതെ ആരെ നിർബന്ധിച്ച് ഇതുവരെ മാറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ശ്രീ രാഹുൽ ഈശ്വർ പറയുന്ന ചില കാര്യങ്ങൾ അനിൽ വിളയിൽ ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് 220 ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും 3-4 പേരൊക്കെ ദിവസവും ഈ രീതിയിൽ തിരിച്ചു വരുന്നുണ്ട് എന്നതാണ്. മറക്കണം കേട്ടോ. ശ്രീ വിജി തമ്പി കേൾക്കാമോ? വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അതൊന്നും ഇവിടെ ഹിന്ദു സമൂഹം അംഗീകരിച്ചു തരാൻ പോകുന്നില്ല. എനിക്ക് മനസ്സിലായില്ല. വേറെ തർക്കത്തിൽ കൊണ്ടുപോകാം ഈ വിഷയത്തിൽ. അത് വേറൊരു തർക്കമാണ്. അത് അയ്യപ്പസ്വാമി അംഗീകരിച്ചതാണ്. നമ്മൾ അംഗീകരിച്ചാൽ അയ്യപ്പസ്വാമി അംഗീകരിച്ചതാണ്. പറഞ്ഞോ? അത് സ്വാമി അയ്യപ്പൻ അംഗീകരിച്ചാണ്. അതുകൊണ്ടാണ് വാവരനാട് ശബരിമലയുടെ ഉള്ളിലുള്ളത്. വാവരനാട് ശബരിമലയുടെ ഉള്ളിലുണ്ട്. സാറ് മറക്കരുത്. വാവരനാട് ശബരിമലയുടെ ഉള്ളിലാണ്. കാലം തീരുന്നവർ അവിടെ തന്നെ കാണും. ഞാൻ രാഹുൽ തെളിയിച്ചു തരാം. അത് വേറെ കാര്യം. അത് വിഷയമല്ലല്ലോ ഇപ്പൊ സംസാരിക്കുന്നത്. ആ വിഷയം അല്ലാത്തത് കൊണ്ടാണ് രാഹുൽ പറഞ്ഞപ്പോൾ ഞാനും അത് പറയാതിരുന്നത്. പക്ഷേ ശ്രീ വിജി തമ്പി, ഞാൻ നമ്മളുടെ ഈ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറയുന്നുവല്ലോ ഇവിടെ ഉള്ളവർ നിർബന്ധിച്ച് വന്നവരല്ല. ദിവസവും 2-3 പേരൊക്കെ ഈ രീതിയിൽ ഖർവാപ്പസി നടത്തുമെന്നാണ് താങ്കളുടെ തന്നെ സഹപ്രവർത്തകൻ ന്യൂസ് 18 ചാനലിലൂടെ വിളിച്ചു പറഞ്ഞത്. അതിലൊരു കുഴപ്പമില്ല, അത് അവർ സ്വമേധയെ വരുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേരളത്തിന് പുറത്ത് നടക്കുമ്പോൾ മാത്രം നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. അതിലേക്ക് വരും. കേരളത്തിന് പുറത്തും നിർബന്ധിത മതം മാറ്റത്തെ മാത്രമേ ഞങ്ങൾ എതിർക്കുന്നുള്ളൂ. നിർബന്ധിതമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും ഇല്ലേ? നിങ്ങൾ ആവശ്യപ്പെട്ട 2 വീഡിയോ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അത് ഒന്ന് ആ റീഡർ, അവിടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു രേഖ നിങ്ങൾ തരൂ. നിർബന്ധിതമായി മതം മാറ്റം. ആ റീഡർ അവിടെ നിന്ന് മാറിപ്പോയിട്ട് തന്നെ 6 മാസത്തിലധികമായി. അത് എപ്പോഴുള്ളതാണെന്ന് വളരെ പഴയ ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഇപ്പൊ കുത്തിപ്പൊക്കി ഈ സമയം ആ രീതിയിലുള്ള ചർച്ച നടത്തേണ്ടുന്ന എന്ത് സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്ന് കൂടി ഞാൻ ചോദിച്ചു താങ്കളോട് ആദ്യം മുതൽ തന്നെ. ശ്രീ ജയചന്ദ്രനോട് പറഞ്ഞ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കാലമാണ്. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാനും പറഞ്ഞത് തന്നെയാണ്. പഴയ, അതായത് ഇവിടെ അധിനിവേശ ശക്തികൾ വന്നപ്പോഴെല്ലാം തന്നെ അത് മുഗളന്മാരായാലും ബ്രിട്ടീഷുകാരായാലും അവരെല്ലാം വന്നപ്പം അവരെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. അവരിവിടെ ഓരോ കാര്യങ്ങളെ, ഇവിടുത്തെ ഓരോ ഹൈന്ദവ വിശ്വാസങ്ങളെയും തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് 100 തെളിവുകളുണ്ട്. ഇപ്പോ ശ്രീ വിജി തമ്പി, താങ്കൾ പറയുന്നതിലെ
പ്രശ്നങ്ങൾ താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നടന്ന നിങ്ങൾ നിർബന്ധിക്കാതെ കൊണ്ടുവന്നത്, കേരളത്തിന് പുറത്താണെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുവന്നതെന്ന് താങ്കൾ പറയുന്നു. അതിന്റെ നിഗമനം നിങ്ങൾ എത്തുന്നു. നിങ്ങൾക്ക് തെളിവൊന്നും ആവശ്യമില്ല. അവിടെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് എന്ന നിഗമനത്തിലേക്ക് നിങ്ങൾ അങ്ങ് എത്തുകയാണ്. നോക്കൂ, ഇപ്പോൾ താങ്കൾ അയച്ചു തന്ന വീഡിയോ ഇനി സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ, താങ്കൾ അയച്ചു തന്ന വീഡിയോ സത്യമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. ആരെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമ നടപടികളുണ്ടല്ലോ, അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമല്ലോ. ഈ വിചാരണയ്ക്കുള്ള അധികാരം ആരെങ്കിലും തന്നിട്ടുണ്ടോ? മാത്രവുമല്ല ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളും ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ഞങ്ങൾ എവിടെ ചെയ്യുന്നു പറയുന്നില്ലല്ലോ, ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരിക്കലും ഒരു ഹിന്ദു സംഘടനകളും ചെയ്യുന്നില്ല. ദിവസവും 3-4 പേർ ഞങ്ങളുടെ 220 ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഖർവാപ്പസി നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പേര് മാത്രമേ മാറ്റുള്ളൂ. ക്ഷേത്രങ്ങളിൽ പരാവർത്തന സൗകര്യം ചെയ്യുന്നല്ലോ, എന്താ സമ്മതിക്കാത്തത്? ക്ഷേത്രങ്ങളിലും നിങ്ങളുടെ ക്ഷേത്രങ്ങളിലും പല പേരുകളിലായി ഈ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രശ്നവുമില്ല. അല്ല, ഒരു പ്രശ്നവുമില്ല. കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ വരുന്നതാണ്. ഇപ്പൊ ഹിന്ദുവായ ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം അയാൾ മുസ്ലിം ആവുന്നതോ ക്രിസ്ത്യൻ ആവുന്നതോ ഒരിക്കലും നമ്മൾ എതിർക്കില്ല. അത് അവരവരുടെ വിശ്വാസവും അവരവരുടെ താല്പര്യവും അവരവരുടെ ഇഷ്ടവുമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അപ്പൊ അതിനൊരിക്കലും എതിർക്കുക. പക്ഷേ നിർബന്ധിതപൂർവമായ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിലൂടെയുള്ള മതം മാറ്റത്തിന് മാത്രമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് എതിർക്കുന്നത്. നിർബന്ധിതമാണ് എന്ന് എങ്ങനെ കണ്ടെത്തും, തീരുമാനിക്കും എന്നതാണ് എന്റെ ചോദ്യം. ഞാൻ ആവർത്തിച്ച് താങ്കളോട് ചോദിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ 2-3 പേർ ഇരുന്നപ്പോ സ്വമേധയാ അങ്ങ് തോന്നി അവിടെ ചെന്ന് കർണം പൊട്ടിക്കുമെന്ന് പറഞ്ഞ് വിചാരണ തുടങ്ങിയവർക്ക് എന്താണ് നിർബന്ധിതമാണ് എന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ കയ്യിലുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഫാദർ ഇവിടിപ്പോ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് നിരവധി പേർ ക്രൈസ്തവ വിഭാഗങ്ങളിലേക്കൊക്കെ എത്തിയവരുണ്ട്. ജാതീയമായി വളരെ താഴ്നിലയിൽ നിൽക്കുന്നവർ, സംവരണ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ആ രീതിയിൽ മാറി വരുന്നു. പക്ഷേ അവർ രേഖകളിൽ ഒരിക്കലും ആ മാറ്റം കൊണ്ടുവരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗമാണ് എന്ന് പറഞ്ഞ് വാദിക്കുകയും ശ്രീ വിജി തമ്പി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഫാദർ റോയിയോടാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. താങ്കൾ ദയവായി സഹകരിക്കൂ. ഛത്തീസ്ഗഡിലെ വിഷയം ഇത്രയും വഷളാക്കിയത് ആരാണ്? ഇവിടുത്തെ മീഡിയയാണ്. കാര്യം ഞാൻ ചോദിക്കട്ടെ, ഛത്തീസ്ഗഡിലെ ഒരു നിയമമുണ്ടല്ലോ, അവിടെ 35 പേരുണ്ട് കോൺഗ്രസിന്റെ MLA-മാർ. അതിൽ ഒരാളെങ്കിലും ശബ്ദിച്ചിട്ടുണ്ടോ? ശ്രീ വിജി തമ്പി, ഇവിടുന്ന് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചത് രാജീവ് ചന്ദ്രശേഖറാണ്. ഇപ്പോൾ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് അമിത്ഷായാണ്. അവിടുത്തെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ശരിയാകും. ജാമ്യാപേക്ഷ വിചാരണ കോടതി കൊടുത്തോ ജാമ്യം കിട്ടുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്, MP-മാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് അമിത്ഷായാണ്. ആരാണ്? അമിത്ഷാ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അമിത്ഷാ സംസാരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ഉറപ്പൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷയുമായി പോയാൽ സംസ്ഥാന സർക്കാർ അതിനെ എതിർക്കില്ല എന്ന ഉറപ്പ് കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് അമിത്ഷാ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കേസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ടെന്നാണ് അമിത്ഷായെ കണ്ട MP-മാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിൽ വലിയ ഉറപ്പ് താങ്കൾക്ക് ആരെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇവിടെ BJP സംസ്ഥാന അധ്യക്ഷനാണ് ഇവിടെ നിന്ന് ഒരു സംഘത്തെ അങ്ങോട്ട് അയച്ചത്. ഇവരെ പുറത്തിറക്കാനായി ഇടപെടൽ നടത്തുന്നത് അവരാണ്. പ്രധാനമന്ത്രിയെ ഇന്നലെ അദ്ദേഹം കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വിഷയം ഇങ്ങനെ വരുന്നത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ആ ജയിലുകൾക്ക് പുറത്ത് വരണമെന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ശരി, തെറ്റിന് മുമ്പ് വിചാരണ എന്തിനാണ് എന്നതേ പൊതുസമൂഹം അങ്ങോട്ട് ചോദിക്കുന്നുള്ളൂ. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പുള്ള വിചാരണ എന്തിനാണ്, ആരാണ് അധികാരം നൽകിയത് എന്നേ അങ്ങോട്ട് ചോദിക്കുന്നുള്ളൂ. ഫാദർ റോയിയെ കേൾക്കാമോ? ആരാ അവരെ അറസ്റ്റ് ചെയ്തത്? അവിടുത്തെ പോലീസ് സംവിധാനമാണ്. അവിടെ അവരെ കോടതിയിലാണ് ഹാജരാക്കിയത്. രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുന്നു. കന്യാസ്ത്രീകൾ അറസ്റ്റിലായ ഇത് രാഷ്ട്രത്തിന്റെ ഒരു പ്രിസം കൂടെ അല്ല കാണുന്നത്. ഇത് ഏത് മലയാളിയാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു പ്രശ്നമോ ഒരു കഷ്ടം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ ഇറങ്ങും, അവരെ സഹായിക്കാൻ ഞങ്ങൾ ഇറങ്ങും. ഇത് എല്ലാം ഞങ്ങൾ പോളിറ്റിക്സ് ആയിട്ട് കാണുന്നില്ല. ഇത് വോട്ട് ബാങ്കോ അങ്ങനെ എന്താ ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. എന്നെ 3 ദിവസം മുമ്പ് വിളിച്ചു, ഞാൻ ഇറങ്ങി. അന്ന് എന്നെ അനൂപ് ആൻ്റണിയും ഷോൺ ജോർജിനും അയക്കാൻ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി. അവിടെ പോയി പിന്നെ അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ മിനിസ്റ്റേഴ്സിൻ്റെ ഒപ്പം ഞാൻ അന്ന് തന്നെ സംസാരിച്ചു. അവിടുത്തെ ഹോം മിനിസ്റ്റർ, അവിടുത്തെ BJP പ്രസിഡൻറ്റ്, അവരെല്ലാം സംസാരിച്ചു. അവരെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇത് നിങ്ങളുടെ നിയമമായിരിക്കും, പക്ഷേ ഇവർ കുറച്ചൊരു പ്രൊസീജിയറൽ ലാപ്സിൽ പെട്ട് 2
നിരപരാധിയായ കന്യാസ്ത്രീകളാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അത് മിനിഞ്ഞാന്ന് ഞാൻ ഡൽഹിയിൽ പ്രസ് കോൺഫറൻസ് ചെയ്തപ്പോൾ അതന്നെയല്ല പറഞ്ഞു. അല്ല, രാജ്യദ്രോഹ കുറ്റമൊന്നും ആരും ഫയൽ ചെയ്തിട്ടില്ല. ഇത് ഇന്നലെ ആ ഒരു സെഷൻസ് കോർട്ട് ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അല്ല, കോർട്ടിന്റെ ഈ കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ അല്ല. കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന കാര്യം ധരിപ്പിച്ചു എന്നത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. നേരത്തെയും അദ്ദേഹം ആ നിലപാടെടുത്തതാണ്. ഇവിടെ ബാക്കി എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന വിജി തമ്പിക്ക് മാത്രം ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ ഓരോ കാര്യം എടുത്ത് പറയരുതേ. ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കുക, എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞത് താങ്കൾ കേട്ടോ? ഇതിപ്പോൾ ലൈവ് ആയിട്ടുള്ള ടെലികാസ്റ്റ് ആണ്. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഒന്ന് പിൻവലിഞ്ഞു എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ പറഞ്ഞത് എന്തായാലും ലൈവ് ആയിട്ടുള്ള ലൈവ് ടെലികാസ്റ്റിൽ പറഞ്ഞത് താങ്കൾ കേട്ടതാണല്ലോ. കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന കാര്യം ധരിപ്പിച്ചു എന്ന് പറയുന്നത് താങ്കൾ കേട്ടതാണല്ലോ. പക്ഷേ നിങ്ങൾക്കാണ് മറ്റെല്ലാ വിഷയത്തിലും യോജിപ്പുള്ള നിങ്ങൾക്ക് ഈ വിഷയത്തിൽ, അതും ഇനി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഫാദർ റോയ്, ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൺവേർട്ട് ചെയ്യുന്നവർ രേഖകളിൽ ഇപ്പോഴും ഹിന്ദു വിഭാഗത്തിലെ സംവരണ വിഭാഗത്തിൽ പെടുന്നവരായി തുടരുന്നു. പക്ഷേ അവർ പുറമേക്ക് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഭാഗമാണ്. അങ്ങനെ നോക്കിയാൽ ന്യൂനപക്ഷമാകില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പെർസെൻറ്റേജ് ഒന്നുമല്ല ജനവിഭാഗത്തിൽ പോപ്പുലേഷനിൽ ക്രൈസ്തവ സമൂഹമുള്ളത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ കൺവേർട്ട് ചെയ്യുകയും പക്ഷേ സംവരണ വിഭാഗമായി നിന്ന് ആ ആനുകൂല്യങ്ങൾ തേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി തുടർന്നു വരുന്നുണ്ടോ? ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ മതപരിവർത്തനം എന്നത് നിർബന്ധിതമായി നിർവഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു ക്രൈസ്തവ സഭയിലെ അംഗമാണ് ഞാൻ, കത്തോലിക്ക സഭയിലെ അംഗമാണ് ഞാൻ. ഇപ്പം നിങ്ങൾ ചോദിച്ച ഈ ചോദ്യത്തിന്റെ മറുപടി പറയാനുള്ള അറിവ് എനിക്കില്ല. കാരണം എൻ്റെ സഭയിൽ, ഞാൻ അംഗമായിരിക്കുന്ന കത്തോലിക്ക സഭയിലും മറ്റ് ശ്ലൈഹിക സഭകളിലും ഇത്തരത്തിലുള്ള ഒരു നിർബന്ധിത മതപരിവർത്തനം ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. കാരണം എനിക്ക് എൻ്റെ യേശുവിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എൻ്റെ സ്നേഹിതനായ രാഹുലിന് അദ്ദേഹത്തിന്റെ ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അനുഭവമാണ്. എൻ്റെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ആഴപ്പെടുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതര വിശ്വാസികളെ ആദരിക്കുക എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് അത് എൻ്റെ സഹോദരന്റെ വിശ്വാസം ഇല്ലാതെയാക്കിയാലേ നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുന്നിടത്ത് എന്ത് ലോജിക്കാണുള്ളത്? അതുകൊണ്ട് ഒരിക്കലും ഞാൻ അംഗമായിരിക്കുന്ന കത്തോലിക്ക സഭയോ മറ്റ് ശ്ലൈഹിക സഭകളോ ക്രിസ്തുവിലേക്ക് ആരെയും നിർബന്ധിച്ച് ഞെക്കിപ്പിഴിപ്പിച്ച് വലിച്ചു കൊണ്ടുവന്ന് ആകർഷിക്കുന്ന ഒരു ശൈലി ഇപ്പോഴില്ല എന്ന് മാത്രമല്ല, അത് സഭയുടെ ശൈലിയുമല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പേര് മാറി ഇനി മറ്റൊരു രീതിയിൽ അതിനെ പറയാം. ഇപ്പം എൻ്റെ പ്രവർത്തനം കണ്ട് എന്നെ ഇങ്ങനെ പ്രവർത്തിക്കാനും ജീവിക്കാനും നിർബന്ധിക്കുന്ന വിശ്വാസത്തോട് ആകർഷണം തോന്നുന്നവരുണ്ടാവാം. അത് എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യത്തിന്റെ ബലമാണ്. അത്തരത്തിൽ ഇപ്പൊ മുമ്പേ രാജേശ്വറും ജയചന്ദ്രൻ സാറും ഒക്കെ സൂചിപ്പിച്ചപ്പോൾ അത്തരത്തിൽ മറ്റ് വിശ്വാസങ്ങളോട് ആകർഷണം തോന്നിയിട്ട് അത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്ക് പോയിട്ടുള്ളവരുണ്ടാവാം. തിരിച്ച് അതുപോലെ ആ വിശ്വാസത്തിൽ ആഴപ്പെടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല എന്ന് തോന്നി പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളവരുണ്ടല്ലോ, അവർക്ക് തിരിച്ചു പോകാമല്ലോ. ശരി, അത് ഈ നമ്മുടെ ഒരു കാര്യം കൂടി ചോദിക്കുന്നു. താങ്കളുടെ സഭയിൽപ്പെട്ട കന്യാസ്ത്രീകളാണ് ജയിലിൽ കിടക്കുന്നത് 7 ദിവസമായി. ഇപ്പോൾ അമിത്ഷായുടെ ഭാഗത്ത് നിന്ന്, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ചില ഉറപ്പുകൾ ലഭിച്ചിരിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആശ്വാസത്തിന്റെ സമയമാണോ? ആയിട്ടില്ല, ആശ്വാസം ആയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നടന്ന സംഭവം നമ്മുടെ ഭാരതത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ്. കാരണം എന്താണ്, സംഭവം നടക്കാൻ പറ്റാതെ ഇരുന്ന പോലെ തന്നെ ആ സിസ്റ്റേഴ്സിനും മുന്നോട്ട് നടക്കാൻ പറ്റാതെയായി. അതാണ് സംഭവം. കാരണം അവരുടെ യാത്ര മുടങ്ങി. അത് മൗലിക അവകാശമാണ്. ഭാരത പൗരന്മാർക്ക് എവിടെയും സഞ്ചരിക്കാം. അത് മുടങ്ങി എന്ന് മാത്രമല്ല, അവരെ തെറ്റിദ്ധരിച്ച് അവർ തെറ്റാണ് ചെയ്യുന്നത് എന്ന് സ്ഥാപിച്ചെടുത്ത് കൃത്രിമമായി ഉണ്ടാക്കിയ വ്യാജമായ
ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് നിർബന്ധമായി അവരുടെ ഭാഗം കേൾക്കാതെ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടത് ഭാരതത്തിനേറ്റ മുറിവാണ് എന്ന് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ സഹജീവനത്തെ സഹായിക്കില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ ഉള്ളിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഈ തെറ്റായി എടുത്ത കേസ് പിൻവലിച്ച് അവർക്ക് പഴയ ജീവിതാവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് കൂടി ഇപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. മാത്രവുമല്ല, സർക്കാർ അതിനെ എതിർക്കില്ല എന്ന ഒരു കാര്യം കൂടി ഉറപ്പായിരിക്കുന്നു എന്ന് പറയുന്നു. നമുക്ക് കാത്തിരിക്കാം എന്താകും ആ കേസിൽ സംഭവിക്കുന്നതെന്ന് നോക്കി. ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ അരമനയിലൊക്കെ കേക്കുമായി പോയവർ ഇതാണ് യഥാർത്ഥ സ്വഭാവം എന്ന നിലയിൽ വലിയ രീതിയിൽ ചർച്ചയായതാണ്. BJP സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കി അവരുടെ ഇരട്ടത്താപ്പ് വെളിയിൽ വന്നു എന്ന തരത്തിൽ പറയുന്നു. ഇപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൽ വലിയ രീതിയിൽ രാഷ്ട്രീയം ഇഴചേർന്നിട്ടുണ്ട്. അതിൽ സംഘപരിവാർ സംഘടനകൾക്കുള്ള അതൃപ്തിയൊക്കെയാണോ ഈ രീതിയിലേക്ക് പുറത്തു വരുന്നത്? BJP നേതാക്കളെ ഉൾപ്പെടെ ചർച്ചയ്ക്ക് പങ്കെടുപ്പിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അവരൊക്കെ ഇതിൽ നിന്ന് അല്പം അകലം പാലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉടലെടുക്കുകയാണോ? അല്ല, ഇതില് ഈ പ്രശ്നത്തില് ഇന്നുണ്ടായ സംഭവവാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ നിലയിൽ അത് വിശകലനം ചെയ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് യൂണിയൻ ഗവൺമെന്റ് ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തെ കണ്ടതിന് ശേഷം കേരള MP-മാർ എന്താണ് മാധ്യമങ്ങളിലൂടെ പറഞ്ഞത്? ഈ വിഷയത്തിൽ താൻ ഇന്ന് തന്നെ ഇടപെടും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിന്റെ പച്ച മലയാളത്തിൽ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, ജുഡീഷ്യറിയെ ചൊൽപ്പടിക്ക് നിർത്താൻ അവർ നടപടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് മാത്രമാണ്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സന്യാസിനിമാരെ അവിടെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് അടുത്ത വ്യാഴാഴ്ചയായി. എന്നിട്ടും ഇന്നും അവർക്ക് ജാമ്യം കിട്ടി പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട കേരള MP-മാർക്ക് ലഭിച്ച ഉറപ്പ് താൻ ഇന്ന് തന്നെ ഇടപെടും. അപ്പം നാളെ എന്ത് സംഭവിക്കും? കോടതി ചെല്ലുമ്പോൾ പ്രോസിക്യൂഷൻ എതിർക്കാതിരുന്നോളും. ഇത്രയും ദിവസം എന്തായിരുന്നു സർ പ്രശ്നം എന്ന് അവരാരും ചോദിച്ചില്ല. കാര്യം അവർക്ക് പ്രശ്നം ഇവരെ ഇറങ്ങുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഇതിന്റെ നഗ്നമായ ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇതിന് മറ്റൊരു പേരില്ല. നഗ്നമായ ബ്ലാക്ക് മെയിലിംഗ് ആണ് കേന്ദ്രമന്ത്രി അമിത്ഷാ ആഭ്യന്തരമന്ത്രി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമാണ്. കന്യാസ്ത്രീമാർ നിരപരാധികളാണെന്ന് അമിത്ഷാ നമ്മുടെ MP-മാരോട് പറഞ്ഞു. നിരപരാധികളായ കന്യാസ്ത്രീകളോട് ഈ കാര്യം മനസ്സിലാക്കി മുഖ്യമന്ത്രിയോട് പൊസിഷൻ മാറ്റാൻ പറയുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി പൊസിഷൻ മാറ്റാമല്ലോ. പറ്റില്ല. അതാണ് ഭരണഘടന താങ്കളൊക്കെ വായിക്കാത്ത ആൾക്കാരല്ലോ. ജുഡീഷ്യറി വേറെയാണ്. പ്രോസിക്യൂഷന്റെ പൊസിഷൻ മാറ്റും. എങ്ങനെ മാറ്റും? പ്രോസിക്യൂഷൻ ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റിന്റെ പൊസിഷൻ മാറ്റുകയാണ്. എന്താ പറയണ്ടത് സാർ? അതായത് ഒറ്റവരി പറയാം, കന്യാസ്ത്രീമാരുടെ നിരപരാധിത്വം അമിത്ഷാജിക്ക് ബോധ്യപ്പെട്ടു. അമിത്ഷാജി വളരെ പോസിറ്റീവായ ഒരു സ്റ്റാൻഡ് എടുത്തു. എന്നിട്ട് നമ്മുടെ MP-മാരോട് പറഞ്ഞു കന്യാസ്ത്രീമാർ നിരപരാധികളാണെന്ന് എനിക്ക് മനസ്സിലായി. രാഷ്ട്രീയ ഭേദമന്യേ ഇതിൽ ഇടപെട്ടു എന്നറിയാം. അങ്ങനെ ഇടപെട്ട് ഇന്നലെ സംസ്ഥാന അധ്യക്ഷൻ നിന്ന് പ്രധാനമന്ത്രിയെയും കണ്ട് ആഭ്യന്തരമന്ത്രിയെയും കണ്ട് 7-ാം ദിവസം നിരപരാധിത്വം ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് വരുന്നത് നല്ല ജനാധിപത്യത്തിന്റെ സൂചന തന്നെയാണ്. മാത്രവുമല്ല ബജ്രംഗ് ദൾ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ വിചാരണ ചെയ്ത കാര്യമാണ്. അപ്പോൾ 7 ദിവസത്തിനിപ്പുറം അമിത്ഷായ്ക്ക് ബോധ്യം വന്നതുകൊണ്ട് നാളെ ജാമ്യം കിട്ടിയേക്കാം എന്നതാണ് രാഹുൽ വലിയ ക്രെഡിറ്റ് ആയി പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്താ സംഭവിക്കുന്നത് കോടതിയിലെന്ന് നോക്കാം. അതിനപ്പുറം BJP നേതൃത്വം കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് പറയുമ്പോൾ മറ്റ് നിലപാടുകളിൽ പരിവാർ സംഘടനകൾ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ അവർ അവരുടേതായ ഖർവാപ്പസിയുമായി മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ എന്തിലേക്കുള്ള പോക്കാണ് എന്നത് അറിയാനും നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ.